സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുമ്പോൾ മഹാന്മാരുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ പറയും ഇതൊക്കെ മായാവി കഥ എന്ന് പറയും. എന്നാൽ കുറെ മായാവി കഥ അവരിങ്ങനെ സ്വീകരിച്ചും ചെയ്യും. പാറം എന്ന് ഒട്ടകനതായി വന്നു പാറം, അത് പറഞ്ഞ ശരി തന്നെയാണ്. അപ്പൊ അത് മായാവി കഥ അല്ല, അത് ഖുർആൻ പറഞ്ഞ മായാവി കഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് പിൽക്കാലത്ത് ഇത് ഒരൊറ്റ വഹാബിക്ക് വാദമല്ല, എന്ന് കറാമത്ത് നടക്കൂല എന്നൊരു വഹാബിക്ക് വാദമല്ല. കറാമത്ത് നിന്നുപോയി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഏത് കറാമത്ത് പറഞ്ഞാലും മായാവി കഥയാണ്. കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തോടുകൂടെ നിന്ന് പോയി എന്ന വാദം ഇല്ല. അപ്പൊ ഈ കാലത്ത് കറാമത്ത് സംഭവിച്ചൂടെ? കറാമത്ത് സംഭവിക്കാം. പക്ഷെ എന്ത് കറാമത്ത് പറഞ്ഞാലും മായാവി കഥ. ഇതൊരു രസാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഖാജ തങ്ങളെ പറ്റി ചരിത്രം പറയുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തിയ ഒരു വർത്താന ഖാജ തങ്ങളൊക്കെ പറയുമ്പോൾ അത് അതേ രൂപത്തിലാണ്ട് ഫലിക്കും. മഹാന്മാരെ വാക്ക് നമ്മളല്ല, നമ്മളെപ്പോഴെങ്കിലും സുബ്ഹാനല്ലാഹ് എന്താ പറയുന്നതിന് യാതൊരു ബോധം ഉണ്ടാവില്ല. കച്ചവടത്തിന്റെ ഇടയിൽ വന്നിട്ട് പീടിയിൽ ആളുടെ വിചാരിച്ചു സുബ്ഹാനല്ലാഹ് എന്താ ചെല്ലിനെന്ന് നമുക്ക് ബോധം ഉണ്ടാവില്ല. ഇത് പറഞ്ഞിങ്ങനെ പോകുണ്ടാവും, എന്താ പറയുന്നത് തന്നെ ഒരു ബോധം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ വാക്കിന്റെ ഫലം എവിടെ ഇരിക്കാറോ? മറ്റേത് അങ്ങനെയല്ല. അതിങ്ങനെ ഉണ്ട്, ആ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ തന്നെ അല്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദ മാ അമാതനി. കുറച്ചോനെ ഇപ്പൊ ഇന്നലെ രാത്രി കടന്നു തുടങ്ങി, എന്തൊക്കെ ഭാഗ്യം കൊണ്ട് ഇന്ന് രാവിലെ എണീക്കാൻ പറ്റി. അല്ലാഹ് ഒരു വലി വലിച്ചിട്ട് എണീക്കണം. അപ്പോഴത്തേനും അല്ലാഹ് അവിടെ ഫിറ്റായി. നമ്മളൊരു വലിയ വലിച്ച് എണീറ്റ് പോയിട്ട് ഒരു വർഷമൊക്കെ തീരെ അല്ലാഹ് അവിടെ ഫിറ്റായിട്ടില്ല. അവിടെ പിന്നെ ഇങ്ങനെ വാച്ച് ചലിക്കണ മാതിരി ഓട്ടോമാറ്റിക് ഒരു എന്ന നിസ്കാരമൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ പോവുക. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഫലം ഉണ്ടാവുള്ളൂ. അള്ളാഹിനെ മനസ്സിൽ കുടിയിരുത്തിയ ആളുകളെ വാക്കിന് അതിന് ഭയങ്കര ഫലം ഉണ്ടാവും. അതാണ് ഖാജ തങ്ങളെ പോലത്തെ ആളുകളൊക്കെ പലതും പറയുമ്പോൾ അതേ രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് മഹാന്മാരെ സ്നേഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. മഹാന്മാരെ സ്നേഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. അവരടുത്തൊക്കെ നമ്മൾ പോകാണ്. നമ്മളിപ്പോ ഖാജ തങ്ങളെ അടുത്തേക്ക് എന്തിനാ പോണത്? അജ്മീർ എന്തിനാ പോണത്? അജ്മീർ പോകുമ്പോഴേ ഖാജ തങ്ങൾ വഫാത്തായി കിടക്കുമ്പോ നെറ്റിത്തടത്തിൽ ഇങ്ങനെ കണ്ടുന്നുണ്ട് ഒരു എഴുത്ത്. ഇങ്ങനെ കാണാൻ അത്ഭുതം കാണാൻ. അല്ലാഹു തആല ഇപ്പൊ എവിടെ കറാമത്ത് ഖിയാമത്ത് നാൾ വരെ നിൽക്കാം. അതിലിപ്പോ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ചിട്ട് ഇബാദത്തിൽ മാത്രമായി ശുഗലായി നാടും വീടും വിട്ടു വന്ന ഒരാളെ നെറ്റിത്തടത്തുമ്പോൾ അല്ലാഹു തആലക്ക് ഇപ്പോൾ വെളിവാക്കത്ര പണിയൊന്നുമില്ലല്ലോ. അല്ലാഹു തആല എന്തൊക്കെ കറാമത്ത് എത്ര മഹാന്മാരായ ആളുകൾക്ക് കൊടുത്തു. കാല ഇന്നി അബ്ദുല്ലാഹി അന ആതാനിയൽ കിതാബ് പറഞ്ഞു ഇല്ലേ? ആരാ തൊട്ടിയിൽ വെച്ചല്ലോ. തൊട്ടിയിലാരോ വെച്ചു? മായാവി കഥയാണ്, കേൾക്കാൻ രസം ഉണ്ടാവൂല. പക്ഷെ ഈ മായാവി കഥ വഹാബികളും പറയണ മായാവി കഥ അങ്ങനെ വിട്ടാ പറ്റൂല. വൺ വേ മായാവി കുറെ ഓല് മായാവി കഥ പറയുന്നത്. തൊട്ടി കടന്ന കുട്ടി ആരാന്ന് വെച്ചു? ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യാ. കേൾക്കാൻ രസം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മഹാനെ പറ്റി പറയുമ്പോൾ ഉടനെ മായാവി കഥ അറിഞ്ഞിട്ട് പുറമെന്ന് ചിരിക്കാൻ കൂടും. തിരിച്ച് നമ്മളും ചിരിക്കുക. അത് വൺ വേ അല്ലല്ലോ. ഇത് ഓലും പറയാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ. കേൾക്കാൻ രസം ഉണ്ടോ? കാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. തൊട്ടിന്റെ ഉള്ളിൽ നിന്ന് കുട്ടി, ഈ തൊട്ടിലുള്ള കുട്ടിക്കൊക്കെ സംസാരിക്കാൻ പവർ ആരാ കൊടുത്തത്? ഇതൊക്കെ അള്ളാഹ് നടപ്പിലാക്കണേ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജായ റബ്ബ്, ആ റബ്ബ് നടത്തുന്ന ഒരു ഇതാണ് ഇതൊക്കെ. ഈ സിസ്റ്റങ്ങൾ ഇത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അപ്പൊ അല്ലാഹു തആല അവിടെ ഖാജ തങ്ങളെ നെറ്റിത്തടത്തിൽ ഒരു എഴുത്തുണ്ട് എന്നാണ്. ഹബീബുൻ മാത ഫീ ഹുബ്ബില്ലാഹ്. ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഹബീബുൻ മാത ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിന്റെ മഹബ്ബത്തിലായി മരിച്ച ഒരു ഹബീബാണെന്നൊരു ആ നെറ്റിത്തടത്തിൽ. ആ ഖാജ തങ്ങളെ അജ്മീർ പോകാത്തവരൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. നമുക്ക് അള്ളാഹിനെ പറ്റി ഇങ്ങനെ ഓർമ്മ വരും. കുന്തുന ഹൈതുക്കും സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്. നിങ്ങള് മഹാന്മാരെ ഖബറല്ല, എല്ലാരെ ഖബറിന്റെ അടുത്ത് പോകാന്ന് വെച്ചാലും അത് അത് ആ ഖബർ ദിയാർ തുദക്കിറുക്കുമുൽ ആഖിറ. ആഖിറത്തിനെ പറ്റി ഒരു ഓർമ്മ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞല്ലോ. നമ്മള് ഖാജ തങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുമ്പോ അവർ ചെയ്ത ഇബാദത്തുകളും അവർ ചെയ്ത നന്മകളും അവർ പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ
ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഞമ്മക്കും തോന്നുന്നു നന്നാണ്ടേ, എന്തെങ്കിലുമൊക്കെ കുറച്ച് ഉഷാറാണ്ടേ. അപ്പോൾ പാവങ്ങൾ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയ്യിലുള്ള ഇങ്ങനെ എടുത്ത് കൊടുക്കും, കയ്യിലുള്ള ഇങ്ങനെ എടുത്ത് കൊടുക്കും. ഞാൻ അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് സിയാറത്തിന് പോയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്. അപ്പം സിയാറത്തിന് പോയി ഇങ്ങനെ നിന്നപ്പോൾ ഞാനുണ്ട്, എൻ്റെ കൂടെ മുത്താലിമീങ്ങളായ 19 ആളുകൾ. ഞങ്ങളിങ്ങനെ സിയാറത്ത് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 2 ചെറുപ്പക്കാർ വന്നിട്ട് അപ്പുറത്ത് ഒഴിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ദ്വാരക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറേ നേരം ഒരു സാധാരണക്കാരായ 2 ചെറുപ്പക്കാരിങ്ങനെ വന്നു ഒഴിഞ്ഞു കുത്തിരുന്നു. ഇതുമല്ല, അവരെ നാട്ടിലല്ല, ദൂരെ ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരുന്ന്, നമ്മൾ തമിഴ്നാട്ടിലൊരു സ്ഥലത്താണ്, ഒഴിഞ്ഞിരുന്ന് വന്ന് ഇങ്ങനെ ദ്വാരക്കുന്നുണ്ടപ്പോൾ ഞാനിങ്ങനെ ഇവരെ ശ്രദ്ധിച്ചു. നമ്മളിപ്പോൾ മൂല്യന്മാരാണ്, ഇതിനായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ചില ദിക്കറുമായി അല്ലല്ലോ. 2 ചെറുപ്പക്കാരായ ആളുകൾ വന്ന് ഇങ്ങനെ ഫാത്തിയക്കോതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേമാതിരി ഫോർച്യൂണറോ വണ്ടി. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വണ്ടി ഇറങ്ങിയപ്പോൾ ഒരാൾ പുറത്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ചു? ഞങ്ങൾ ചമ്മാടുള്ളവരാണ് പറഞ്ഞു. അപ്പോൾ എവിടെ മറ്റാൾ ഒറ്റക്കുള്ളൂ വെച്ചു? അല്ല, എൻ്റെ കൂടെ മറ്റാൾ. അപ്പോൾ മനസ്സിലായി ഒരു സുഹൃത്തുക്കളാണ്. ആയിക്കോട്ടെ പറഞ്ഞു. ഞാൻ കുറച്ച് ഇങ്ങനെ നടന്നിങ്ങനെ പോയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 ആളിങ്ങനെ വന്നപ്പോൾ ഒന്നുകൊണ്ട് വണ്ടി നിർത്തി ഉസ്താദ് എടുക്കുക വെച്ചു. അങ്ങനെ കുറച്ച് കണ്ടപ്പോൾ എനിക്ക് 1 കിലോമീറ്ററാണ് നടക്കാണ്ട്. എന്നാൽ വണ്ടി കയറിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നി. ഇങ്ങനെ വണ്ടി കയറി വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോണ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ വെച്ചു? ഞാൻ മേട്ടുപ്പാളയത്തുനിന്ന്, പിന്നെ അവിടെ ഒരു ബിസിനസ് ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് പോരുകയാണ്. പോരുമ്പോൾ അങ്ങനെ മഹാന്മാരുടെ അടുത്ത് കൂടെ കയറും, കുറേ ദ്വാരക്കും ഇങ്ങനെ പോരുന്ന ദ്വാരക്കാരനെ അല്ലാഹു അത് ശരിയാക്കണം, കാര്യങ്ങളൊക്കെ റാത്താക്കണം. ഇവരാ ഇരുത്തോ ആ ചേരും കോലം. നല്ല 2 യുവാവ് ബിസിനസ്സാണ്, നല്ല ബിസിനസ്സാണ് നടത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ എനിക്കവിടെ സത്യത്തിലേ എനിക്കൊരു വലിയ വയല അവിടുന്ന് കിട്ടുകയാണ്. ഒരാളെ ജീവിതത്തെ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കി, ഇതിപ്പോ ഈ ഒരു ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത് നാട്ടിൽ കൂടെ അങ്ങനെ പായണീൻ്റെ ഇടയിലും ആ തിരക്കിൻ്റെ ഇടയിൽ ഇവരെല്ലാം ഒന്നും ഇല്ലാതെ ഇന്ന സ്ഥലത്ത് വന്നിരുന്ന് 2 ആളും അങ്ങനെ കുത്തിരുന്ന് ദ്വാരം. എത്ര സമയം എന്നറിയാം, കുറേ നേരം ഇരുന്ന് ദ്വാരന്നിട്ട് എണീറ്റ് പോണേ. അത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു റാഹത്ത്. ഇത് പറഞ്ഞാൽ നമ്മൾ ഈ മഹാന്മാരുടെ അടുത്ത് കൂടെ പോണത് എന്തിനാ? അവിടെ വെച്ചിട്ടുണ്ട് ഒരു ദ്വാ. ആരോടാ ദ്വാരക്കണത്? അള്ളാഹിനോട് തന്നെ ചോദിക്കണത്. പടച്ചോനെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരണേ അല്ലാ, ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരണേ അല്ലാ. ഇങ്ങനെ കാര്യമായിട്ട് നമ്മൾ ദുആ ചെയ്യും. അള്ളാഹിനോട് ഓരോ വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ പറയും. ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ശരിയാക്കി തരണം, കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരണം. ഈ മഹാന്റെ മുൻനിർത്തി ചോദിക്കാണ് കാര്യങ്ങളൊക്കെ സന്തോഷത്തിലാക്കി തരണം. ഇങ്ങനെയൊക്കെ നമ്മൾ ദ്വാർക്കുമ്പോൾ അത് അള്ളാഹിനോട് ചോദിക്കാനും അള്ളാഹിനോട് കാര്യങ്ങൾ പറയാനൊക്കെ ഉള്ള ഒരു നല്ലൊരു സാഹചര്യം അവിടെ ഇങ്ങനെ തയ്യാറായി ഇങ്ങനെ വരികയാണ് ഓട്ടോമാറ്റിക്കലി. അപ്പൊ ഞമ്മക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടുകയാണ് അവിടെ. അപ്പോ നമ്മൾ ഈ ഹാജാത്തങ്ങളെ ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്ന സമയത്ത് ഹാജാത്തങ്ങളെ ഒരു പരിപാടി ഇവിടെ നടക്കും. അതുപോലെ തന്നെ നമ്മള് മഹാന്മാരായ ആളുകളോട് മഹാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ യാക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബി കുടുങ്ങുന്ന സമയത്തുണ്ടല്ലോ കണ്ണ് കയ്യിലണ്ട് വന്ന സമയത്ത് ആ സ്വാബി പടച്ചോനെ എന്റെ കണ്ണ് കയ്യിൽ വന്നിക്കണ്, ഈ കണ്ണൊന്ന് ശരിയാക്കി തരണം അള്ളാഹിനോടല്ല പറഞ്ഞേ, നബിതങ്ങളോടെ പറഞ്ഞേ ഈ കണ്ണിന്റെ എങ്ങനെ അയക്കുന്നത്. നബിതങ്ങളെ എടുത്തിട്ട് ഒറ്റ തേമ്പല ഈ കണ്ണെടുത്തിട്ട് ഇങ്ങനെ ഇത് സാധാരണ ചികിത്സ. ഇതൊരു സാധാരണ കണ്ണ് കയ്യിൽ പോന്നാല് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ മെഡിസിൻ ചികിത്സ അല്ലല്ലോ. അത് ഒരു സാധാ ചികിത്സ അല്ലല്ലോ. ഇതെടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കാന്ന് പറഞ്ഞാല് തടവുക എന്ന് പറഞ്ഞാല് നബിതങ്ങളെ എത്രയോ ആളുകളെ അങ്ങനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോടും ചോദിക്കും, ഓരോടും പറയും, അള്ളാഹിനോടും പറയും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹാന്മാരായ ആളുകളെ സ്നേഹിച്ച് നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. നമ്മളെ സ്ഥാപനവും ഹാജാത്തങ്ങളും ഹാജാത്തങ്ങൾ ആണ്ടും ഒക്കെ നല്ലൊരു യോജിപ്പ്. നമ്മളെ സ്ഥാപനം ഹാജാത്തങ്ങളെ ആണ്ട്. അപ്പൊ നേരത്തെ നമ്മളെ മറ്റേ സഖാഫി പ്രസംഗിച്ച പറഞ്ഞു നല്ലൊരു യോജിപ്പുണ്ട്. ഹാജാത്തങ്ങൾ പറഞ്ഞ ഒന്നാമത് ഇങ്ങനെ ഈ ഒരു രീതിയാണ്. നമ്മളെ മായനാട് സഖാഫി ഉസ്താദ് വരുന്നുണ്ട്.
അല്ലാഹ് നമ്മൾ നല്ല വയല് നമുക്ക് കുറച്ചു നേരം അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മർക്കസിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറാണ് ഞാൻ മുത്തവല്ലിൽ പഠിക്കുമ്പോൾ മൂപ്പര് മുഖ്തസറിലുണ്ട് അവിടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നല്ല വയല് പറയും. മുമ്പ് ഇവിടെ വന്ന് വയല് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടോണില്ല. ഞാൻ മൂപ്പര് വരുന്നത് വരെ ഇതാക്കി മാറ്റർ എങ്ങനെയാണ് ശരിയാക്കി കൊടുന്ന. അപ്പൊ വരാൻ കുറച്ച് വൈകിയപ്പോ അതിന് വിഷയം എങ്ങനെ നീട്ടിക്കൊടുന്നാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഈ സ്ഥാപനം ഇതിലാരെങ്കിലും ഞമ്മക്ക് ഇങ്ങോട്ട് വിളിക്കണ സമയത്ത് അത് മുടക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ. ആ രൂപത്തിലുള്ളൊരു ഒരു ഇത് അല്ലാഹു തആല നമുക്ക് ചെയ്തു തരട്ടെ. പാവങ്ങളോടുകൂടെ എന്നും നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. അല്ലേ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജിബ്രീലിനെ ഇങ്ങോട്ട് കണ്ടപ്പോ ഫസ്റ്റ് കാണുമ്പോണ്ടാവില്ല പേടിച്ച് വറച്ചിട്ട് വീട്ടിൽ നിന്ന് കയറിപ്പോ ആയിഷ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കുറേ പൈസ ഉള്ള ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. നല്ല ധനികയായ ഒരു സ്വഹാബിയത്താണ് ആയിരുന്നു. ഇഷ്ടം പോലെ പൈസ ഉള്ള നബിതങ്ങളെ കുപ്പം കൂടി നബിതങ്ങൾ ഇങ്ങനെ പാവങ്ങൾക്കൊക്കെ കൊടുക്കും. ഭർത്താവല്ലേ കയ്യിലൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ കൊടുത്തൊക്കെ തീർന്നിങ്ങനെ ലാസ്റ്റ് കഫമ്പട പോലും ഒപ്പിക്കാൻ വേണ്ടി അടങ്ങാറായ അത്രയാണ്. അങ്ങനെയാണ് നല്ല ധനികയായി വന്നിട്ടൊക്കെ കൊടുത്ത് അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ അങ്ങനെ ജീവിച്ച് നബിതങ്ങൾ പേടിച്ച് വറച്ചിട്ട് കയറിയെന്നാ പറഞ്ഞു. നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ ഒരിക്കലും കൊടുങ്ങൂല. ലാ യുഖ്ദിക അല്ലാഹു അബദ. നിങ്ങൾ കൊടുങ്ങൂല. ഇന്നക തഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ. ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഓരോന്ന് കൊണ്ടേ കൊടുക്കലുണ്ടല്ലോ. അങ്ങനത്തെ ഒരാളെ കല്ല ലാ യുഖ്ദിക അല്ലാഹു അബദ. നബിയങ്ങൾ എങ്ങനെ കുടുങ്ങാൻ? ഇല്ലാത്തവരെ പിന്നാലെ ഒപ്പം നിൽക്കലില്ലേ? അങ്ങനത്തെ ഒരാൾ എങ്ങനെ കുടുങ്ങാൻ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതെവിടെ ഉള്ളറിയോ? ബുഖാരിയുടെ 2ാമത്തെ ഹദീസിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നിങ്ങൾ കുടുങ്ങൂല. വതക്സിബുൽ മഅദൂമ വതഹ്മിലുൽ കല്ല. പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ഒപ്പം നിന്ന് സഹായിച്ചു കൊടുക്കുന്ന അവസ്ഥ. ഖാജാ തങ്ങള്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള്, അതുപോലെ നമ്മളെ സ്ഥാപനങ്ങള്, ഇതൊക്കെ ഒരു നല്ല കണക്ഷൻ ഉണ്ട്. അല്ലാഹു തആല നമുക്ക് പാവങ്ങളെ സഹായിച്ച് നല്ല നിലക്ക് നല്ല മട്ടത്തിലായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴേ നായിനെ നജസാണ്, അതുകൊണ്ട് ഇസ്ലാം ക്രൂരമത. ഇതൊക്കെ കേൾക്കുമ്പോൾ രസം എന്താ വെച്ചാൽ ഈ പറയുന്നവർക്ക് തന്നെ അറിയാം ഇതിങ്ങനെയല്ല എന്നുള്ളത്. സത്യത്തിൽ വെറുതെ പറയാന്നറിയാം. നായി നജസാണ്, തൊട്ടാ കഴുകണം, ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരു നായ്ക്ക് വെള്ളം ഇല്ലേ? ഖാജാ തങ്ങൾ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ അമലുകളിൽപ്പെട്ട ഒന്നാണ് സുഖമില്ലാത്തൊരു പട്ടിനെ കണ്ടപ്പോൾ. നമ്മൾ റോട്ടിലൊക്കെ പലപ്പോഴും സുഖമില്ലാത്ത പട്ടികളെ കാണും. നമുക്ക് പാവാണെന്നൊക്കെ വിചാരിച്ചാണ് പോകും. അങ്ങനെ ഉണ്ടാകുക. പട്ടി വരുവാത്ത കൂടെ നമ്മൾ പാവാലയാറ്. റിഫായി ശൈഖ് എന്താ അറിയാം? ആ പട്ടിനെ കണ്ടപ്പോൾ മെല്ലെ അതിനെ കൂട്ടിയിട്ട് അതിനെ കൊണ്ടുപോയിട്ട് അതിന് മരുന്നൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി. ഇതാണ് ഇത് വല്ലത് പറയുന്നത്. അതേമാതിരി ഒരു പെണ്ണ് ഭയങ്കര ആബിയത്തും വേറെ പെണ്ണ് വളരെ മോശമായി നടന്നൊരു പെണ്ണ് സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്തേ? വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ട് ഒരു മൃഗം വന്നിട്ട് ഇങ്ങനെ കപ്പി നോക്കിയപ്പോ ചെരുപ്പ് ഊരിട്ട് ആ വെള്ളം കോരി കൊടുത്തു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ആ സ്ത്രീ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് പഠിച്ച നമ്മളാണ് പറയുന്നത്. എന്തറിയോ? നായി അങ്ങട്ടാണ്, ഇസ്ലാം ക്രൂരം അതാണെന്നുള്ളത് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ചിരി വരും. ഞമ്മക്ക് ചിരി വരും. അവിടെ കൊച്ചിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരു സാധാരണക്കാരായ മനുഷ്യൻ എല്ലാ തുണിപ്പായ ഒന്നായിട്ട് ടെക്സ്റ്റൈൽസ് മൊത്തം വാരി കൊടുത്തപ്പോ ചോദിച്ചെന്താ അറിയാം? മദർസ പൊട്ടന്മാരുണ്ടല്ലോ, മദർസ പൊട്ടന്മാരെ പണിയാണ്.
മദർസ പൊട്ടൻ ചെയ്യുന്ന പണിയാണ് അല്ലേ? മദർസ പൊട്ടൻ ഈ ഒന്നും അറിയാത്ത മദർസ പൊട്ടുള്ള ഡ്രസ്സ് ഒന്നായിട്ട് എടുത്തു കൊടുത്തു. അപ്പൊ എന്താ ചോദിച്ചു പറഞ്ഞു, ഇതൊക്കെ നാളെ മറ്റന്നാ നന്നായിട്ട് പോകാനൊക്കെ അള്ളാഹു തആല തരും. ഇത് നമ്മൾ ഇത് മദർസ പൊട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ നിങ്ങളൊക്കെ സാധാരണ ഞാൻ മൂലിയറില്ലല്ലോ, കുറെ മദർസ പൊട്ടന്മാരല്ലേ ഇരിക്കണത്. ഉമ്മാനെ അല്ലേ ഇപ്പത്തെ മദർസ പൊട്ടന്മാരല്ലാത്ത വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടല്ലോ, ബുദ്ധിയുള്ളവര്. ഓന്റെ ഉമ്മ 4 ദിവസം കഴിഞ്ഞ വൃദ്ധസദനത്തിലാ. മദർസ പൊട്ടന്റെ അമ്മ എപ്പോഴാ പൊട്ടന്റെ ഉണ്ടാവും. അങ്ങനത്തെ പൊട്ടനായി അള്ളാഹു തആല ജീവിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മാനി വാപ്പാനി നോക്കണ പൊട്ടത്തരം അല്ലെ, ഉമ്മാനി വാപ്പാനി നോക്കണ പൊട്ടത്തരം ഉണ്ടല്ലോ, ആ പൊട്ടത്തരം മതി നമുക്ക്. ഞമ്മക്കേ വിദ്യാഭ്യാസം ഉള്ളവന്റെ മക്കൾ നോക്കി ഇവര് എഡ്യൂക്കേഷൻ പൊട്ടനല്ലാത്ത എഡ്യൂക്കേഷന്റെ അമ്മി വാപ്പയും പ്രായമുള്ള അമ്മി വാപ്പ പോലെ പിന്നാലെ ഉണ്ടാവൂല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, ഒക്കെ വൃദ്ധസദനത്തിലേക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള പൊട്ടത്തരമൊന്നും നമ്മളെ പഠിപ്പിച്ചാൻ വന്നാല് നമ്മളെ പൊട്ടത്തരം എന്താ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത് എവിടുന്ന പഠിച്ചത്? അത് ചെറുപ്പത്തിൽ മദർസിൽ നിന്ന് പഠിപ്പിച്ചതാ. ഇമാം നവവി തങ്ങളെ കഥ പറഞ്ഞിട്ട് നമുക്ക് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു തന്നു. ഉമ്മാനെ ഉറക്കത്തുനിന്ന് വിളിച്ചാതെ, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ച കഥ ഓർമ്മല്ലേ? ഉറക്കത്തുനിന്ന് വിളിച്ചാതെ വെള്ളം കൊണ്ടുവച്ചിട്ട് ഉമ്മ ഉണരോളം വെയിറ്റ് ചെയ്തിട്ട് ഉമ്മ ഉണർന്ന സമയത്ത് വെള്ളം എടുത്തു കൊടുത്തു. ആ വെള്ളം എടുത്തു കൊടുത്ത ഉമ്മ ഒരു ദ്വാർന്നു. ആ ദ്വാന്റെ ഫലത്ത് ചെറുപ്പത്തിൽ നമ്മൾ മദർസയിൽ വായിച്ചിട്ടില്ല, നമ്മൾ മദർസ പൊട്ടന്മാരായ നമ്മൾ വായിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ കാണുമ്പോ എല്ലാവർക്കും ഒന്നും എൻ്റെ അമ്മാനെ നോക്കാതെ പോകാൻ പറ്റില്ല, എൻ്റെ വാപ്പാനെ. ആ ഖുർആന് ഉടനീളം പറയുന്ന അതാണ് ഉണ്ടാകുക. അതുകൊണ്ട് അല്ലാഹു തആല അപ്പൊ അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല തരട്ടെ.